കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. പ്രതികളെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് പോലീസ്. നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേസുകൾ പരിഗണിച്ചതിനു ശേഷമായിരിക്കും ഈ കേസിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കടക്കുക. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കുക. 20 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന 10 കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളെ തൃശ്ശൂരിലെ വിയ്യൂർ ജയിലിൽ നിന്നാണ് ഇന്ന് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സ്ഥിതി ചെയ്യുന്ന കോർട്ട് കോംപ്ലക്സിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ അംബുജൻ, എന്താണിപ്പോൾ കോടതിയിൽ സംഭവിക്കുന്നത്? ദിലീപ് കുമാർ, എന്തെങ്കിലും പ്രതികളുടെ ശിക്ഷ എന്താണെന്ന് അറിയുന്ന കാര്യം അത് അല്പം വൈകുമെന്നാണ് ഈ ഘട്ടത്തിൽ നൽകാൻ പറ്റുന്ന വിവരം. കാരണം ലിസ്റ്റിലുള്ള കേസുകൾ അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഒരു കേസ് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമുക്കറിയാം ഈ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിന്റെ ശിക്ഷാവിധി എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് കേരളമുള്ളത്. പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് എന്നിവരാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾ. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ജഡ്ജി ഹണിയം വർഗീസ് പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. എന്തായാലും 8ാം പ്രതി ദിലീപിനെ കുറ്റമുക്തനാക്കിയതിന്റെ കാരണങ്ങളാണ് ഇനി അറിയേണ്ടത്. അത് വിധിന്യായത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വൈകിട്ടോടെ തന്നെ ആ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് ദിലീപിനെ കുറ്റമുക്തനാക്കിയെന്ന് വ്യക്തമാവുകയുള്ളൂ. അതോടൊപ്പം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ നടപടിക്രമങ്ങൾ രാവിലെ 11 മണിക്ക് തന്നെ ആരംഭിച്ചു. പക്ഷേ കേസിൽ ലിസ്റ്റിലുള്ള മറ്റ് കേസുകൾ അത് പരിഗണിച്ച ശേഷം മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കൂട്ടബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ 10 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കണമെന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. പക്ഷേ ഇതിൽ പൾസർ സുനി 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഇതിലടക്കമുള്ള ഇളവുകൾ വേണമെന്നൊരാവശ്യമാണ് പ്രതിഭാഗം അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ പ്രതികളുടെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതി കേൾക്കും. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ ശിക്ഷാവിധി വിധിക്കുകയുള്ളൂ. അത് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിക്ഷാവിധി വിധിക്കുക എന്ന് പറയാൻ സാധിക്കുക. കാരണം ആ നിലയിലാണ് ഇപ്പോൾ വൈകുന്നത്. ലിസ്റ്റിലുള്ള മറ്റ് കേസുകൾ പരിഗണിച്ച് അതിനുശേഷം വാദം കേട്ട് അതിൽ പിന്നീട് പ്രതിഭാ അഭിഭാഷകന്റെ വാദം കേട്ടാകും ഒരു ശിക്ഷ വിധിക്കുക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കോടതി വളപ്പിൽ അന്നത്തെ പോലെ, അതായത് ശിക്ഷ വിധിക്കുന്ന, അതായത് 8ാം തീയതിയിലുണ്ടായ കോടതി നടപടിക്രമങ്ങളെ പോലെ വലിയ തിരക്കൊന്നും തന്നെയില്ല. പക്ഷേ എങ്കിലും ഈ ശിക്ഷാവിധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് പുറത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, അതോടൊപ്പം തന്നെ മറ്റാളുകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 6 പ്രതികൾ ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പോലീസിനടക്കം വലിയ നിയന്ത്രണങ്ങളുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കോടതി പരിസരത്തെ സാഹചര്യമുള്ളത്. എന്തായാലും കോടതിയിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഇനി അല്പം വൈകുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ശിക്ഷ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളമുള്ളത്. ആ നിലയിലുള്ള സമാനതകളില്ലാത്ത ഒരു ക്രൂരകൃത്യമാണ് 2017 ഫെബ്രുവരി 17 നടക്കുകയും അതിനുശേഷം പ്രതികളിലെ ജയിലിലാവുകയും ചെയ്തു. അതിൽ പൾസർ സുനി 2024 സെപ്റ്റംബർ വരെ ജയിലിലായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയായിരുന്നു 3 തവണ പരിഗണിച്ചതിന് ശേഷം പിന്നീട് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 7 വർഷം പൾസർ സുനി ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ശിക്ഷ കുറയ്ക്കണമെന്നൊരാവശ്യം പ്രതിഭാവിപക്ഷം മുന്നോട്ട് വയ്ക്കുക. അത് പരിഗണിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ശിക്ഷാവിധിയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.